അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓർത്തിട്ട് ഏതെങ്കിലും മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊലിപ്പിച്ചാൽ ആ കണ്ണുനീരൊലിപ്പിക്കുന്നവൻ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ് ഹത്താ യറുദ്ദുൽ ലബന ഇലൽ ളിറഈ. ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ കണ്ണ് തുറന്ന് കേൾക്കണോ, നല്ലതുപോലെ ഉറങ്ങാതെ കേൾക്കുവാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പടന്ന് പറയുകയാ, അതാ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊലിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. ഇന്നും വെള്ളിയാഴ്ച ജുമഅയ്ക്ക് രണ്ടാമത്തെ ഖുതുബയിലെ പള്ളിയിലെ ഖതീബ് മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞല്ലോ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. എല്ലാ വെള്ളിയാഴ്ചയും 3 പ്രാവശ്യം ഇമാമ് പറയുന്ന ഒരേ ഒരു കാര്യമാ. ഇതല്ലാതെ വേറെ ഒന്നും 3 വട്ടം പറയാറില്ല. പടച്ചവനെ, ഏത് പള്ളിയിൽ ചെന്നാലും ഇത് കേൾക്കാമല്ലോ. പടച്ചവനെ, ഞാനും നിങ്ങളും ചോദിക്കുന്ന നരകമോചനമുണ്ടല്ലോ. റമളാനിന്റെ അവസാനത്തെ 10 രാവുകളിൽ പടച്ച റബ്ബിനോട് കരന്നുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ഞാനും നിങ്ങളും തേടുന്ന നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന വഖൂദുഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ. പെങ്ങളെ, നരകമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നരകത്തെ കുറിച്ച് നിനക്കറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജും ഇസ്റാഉം മിഅ്റാജും നടന്ന രാത്രിയുണ്ടല്ലോ. നബി തങ്ങൾ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. മഹാനായ നബി തങ്ങളെ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുകയാണ്. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പ്രവാചകനതാ 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നുപോയ ചരിത്രം പഠിച്ചവരാ. അത് സ്വപ്നമല്ല, നബി തങ്ങൾ പോയതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ആകാശ ലോകങ്ങളെ കടന്നു പോകുമ്പോ ബൈത്തുൽ മുഖദ്ദസിൽ പടച്ചവനെ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നാൽ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് പ്രവാചകന്മാർക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച സ്ഥലം കാണാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ബുറാഖ് എന്ന് പറയുന്ന വാഹനം കെട്ടിയിട്ട സ്ഥലം കാണാം. മസ്ജിദുൽ ബുറാഖ് ഉണ്ടല്ലോ, നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലമുണ്ടല്ലോ, നബി തങ്ങൾ ആകാശത്തേക്ക് ഉയർന്ന സ്ഥലമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോ ആകാശത്തിന്റെ കവാടങ്ങളിൽ മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ വലിയ സന്തോഷത്തിലാ. കാരണം ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്തുനബിയാണ് കടന്നു വരുന്നത്. ആകാശ ലോകത്ത് മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ സഫ് സഫായി നബി തങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നബി തങ്ങളെ ഇങ്ങനെ ആനയിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആദം നബിയെയും നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും എല്ലാ പ്രവാചകന്മാരെയും നബി തങ്ങൾ കണ്ടല്ലോ. ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് നബി തങ്ങൾ ഇങ്ങനെ പോകുമ്പോ
എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാ. എല്ലാവരും സന്തോഷത്തോടെ നബിതങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു രംഗം കാണുകയാണ്. ഒരേ ഒരു മലക്കിനു മാത്രം ഒരു മാറ്റവുമില്ല. ഒരേ ഒരു മലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, തലയിങ്ങനെ താഴ്ത്തിയിരിക്കുകയാണ്. ആ മലക്കിനൊരു സന്തോഷം കാണുന്നില്ല. നബിതങ്ങൾക്ക് അത്ഭുതമാവുകയാണ്. ആരാണ് പടച്ചവന്? ആരാണ് പടച്ചവന്? ഈ മലക്ക് ഏതാണ് തമ്പുരാന്? ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണ് നബിയേ. മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. എന്തേ മാലിക്, അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ട് പോലും നിനക്കൊരു സന്തോഷമില്ലല്ലോ? എന്തേ തല ഉയർത്തി നോക്കാത്തത്? എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വലിയ സന്തോഷമുണ്ട് നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷേ കഴിയുന്നില്ല നബിയേ, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല നബിയേ, എന്റെ മുഖത്ത് ചിരി വരുന്നില്ല നബിയേ. കരയുകയാണ്, കരയുകയാണ്. ഖിയാമത്ത് നാൾ വരെ ഈ മാലിക്കിന് ചിരിക്കാൻ പറ്റില്ല നബിയേ. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, നരകമ കണ്ടുപോയി നബിയേ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകം ഞാനൊന്ന് കണ്ടുപോയി. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ എന്റെ മുഖത്തിന് ചിരി വരൂല. പടച്ചവനെ, നരകമെന്ന് പറഞ്ഞാൽ ഇതാണ്, ഭയാനകമാണ് ചെറുപ്പക്കാരാ. തമാശയല്ലടാ മോനെ, നിസാരമല്ലടാ മോനെ. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ, പെങ്ങളെ, നിന്റെ അടുക്കളയിൽ കത്തുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ 70-ൽ ഒരു അംശമാണെന്ന് ഞങ്ങൾ പറയുമ്പോ ഇന്ന് പരിഹാസമാ, കളിയാക്കല. ഉസ്താദേ, വിദ്യാഭ്യാസമുള്ള ഞങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലാത്തവരോട് പറയൂ, പാവങ്ങളെ പറ്റിക്കൂ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, കാണുമടാ മോനെ. എവിടെയാ ഉസ്താദേ നരകമിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിത്തട്ടിലാണോ, എവിടെയായിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന എന്റെ യുവത്വമേ, കണ്ണുകൊണ്ട് കാണുമടാ മോനെ. ആ നരകത്തെ നീ കാണുമല്ലോ, നിന്റെ മുമ്പിൽ ആ നരകത്തെ കൊണ്ടുവരുമല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? സുബ്ഹാനല്ലാഹ്, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ, പടച്ചവനെ, ആ നരകമുണ്ടല്ലോ, ആ നരകത്തെ നാളെ മലക്കുകൾ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ, അതാ കാപ്പിൽ പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അതാ കുളിപ്പിച്ച് ഒരുക്കി നല്ലതുപോലെ കൊണ്ടുപോയി കബറടക്കിയ മനുഷ്യനുണ്ടല്ലോ. ഇസ്രാഫീൽ സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ, അതാ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവന്, നടന്നു വരുന്നവന്, എഴഞ്ഞു വരുന്നവന്, മുഖത്ത് മാംസമില്ലാത്തവന്, കുഷ്ഠരോഗിയെ പോലെ വരുന്നവന്, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവന്, മലദ്വാരത്ത് കൊടികുത്തി വരുന്നവന്, ഇതുപോലെ നാളെ പുഴുത്തു നാറിയവരെ പോലെ ജനങ്ങളെ കൊണ്ടുവരുമല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുമ്പോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ജിബ്രീൽ പറയുന്നു, മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എങ്ങനാണ് ജിബ്രീൽ, എങ്ങനെയാ ജിബ്രീൽ, എങ്ങനെയാ ഞാൻ നരകത്തെ കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലികേ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലികേ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ.
അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് പടച്ച റബ്ബിന്റെ മലക്കുകള്. അല്ലാഹുവിന്റെ കൽപ്പനയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാ, ചങ്ങല എടുത്തുകൊണ്ടുവാ, ചങ്ങല എടുത്തുകൊണ്ടുവാ. 70,000 ചങ്ങല എടുത്തുകൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുള്ള വാപ്പാ, ആ ചങ്ങലയിൽ കൊളുത്തുണ്ടല്ലോ, ആ ചങ്ങലയിൽ കൊളുത്തുണ്ടല്ലോ. എന്നാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? ചങ്ങലയുടെ വലുപ്പമല്ല, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം എത്ര വലുതാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ. അങ്ങനെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കി 70,000 ചങ്ങല നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. സുബ്ഹാനല്ലാഹ്. 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ തലതാട്ടി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ആ ഭയാനകമായ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ പറയും വാപ്പാ, പറയും പെങ്ങളെ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവോട് പറയും, പടച്ചവരെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ, എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് കടന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പടച്ചവനെ ഹജ്ജ് ചെയ്തവന് കിട്ടുന്ന പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തവന് കിട്ടുന്ന പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ചവന് കിട്ടുന്ന പ്രതിഫലമല്ല, റമളാനിൽ നോമ്പ് പിടിച്ചവന് കിട്ടുന്ന പ്രതിഫലമല്ല, പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല. പിന്നെ ആർക്ക് കിട്ടുന്ന പ്രതിഫലമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവനുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മനുഷ്യനെ നരകത്തിന്റെ തീ തൊടില്ല. ഏതുപോലെ? ഉദാഹരണ സഹിതം നബി തങ്ങൾ ഉദാഹരണം പറയുകയാ. ഹത്താ യറുദ്ദുൽ ലബന ഇലൽ ളിർഇ. നബി തങ്ങൾ ഉദാഹരണം പറയുകയാ, ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് കറന്നു കഴിഞ്ഞു. ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ പശുവിന്റെ അല്ലെങ്കിൽ ആടിന്റെ അകിടത്ത് നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഈ പാല് തിരിച്ച് ആ അകിടിലേക്ക് പോകാത്ത കാലത്തോളം നിന്നെ അല്ലാഹു നരകത്തിലിടില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് കണ്ണുനീർ. കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ, ആ കണ്ണുനീര് മതി നിനക്ക് രക്ഷപ്പെടാൻ, ആ കണ്ണുനീര് മതി നിനക്ക് രക്ഷപ്പെടാൻ. വിധങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലമാ വിശദീകരിക്കുന്നില്ല, ഒന്നാമത്തെ പ്രതിഫലമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. പടച്ചവനെ കൈപൊക്കിയ പെങ്ങളെ, രണ്ടാമത്തെ പ്രതിഫലം കേൾക്കണോ? രണ്ടാമത്തെ പ്രതിഫലം കേൾക്കണോ? വിധങ്ങൾ പറയുകയാ, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാലത്ത് ഐനാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ശരീരം വിയർക്കുകയാണ്. പടച്ചവരെ, ശരീരം വിയർക്കുന്നു, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഇടയിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ,
അറിയോ? അത് അസ്തമിച്ച് രാത്രി 9:30 കഴിഞ്ഞിട്ടും നിനക്ക് ചൂട് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ സൂര്യന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗമൊന്ന് ചിന്തിക്ക്. നിന്റെ തലയുടെ മുകളില് ഒരു ചാണ് മുകളില് നിന്റെ തലയുടെ ഒരു ചാണ് മുകളില് ഈ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ മോനെ. ഇത് ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ പറയുന്നത്, എവനെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കെട്ടുകഥയല്ല. ആ സൂര്യന് അല്ലാഹു താഴേക്ക് ഇറക്കുകയാ. ചൂടാണെന്ന് പറഞ്ഞ് ഫാനിന്റെ ചുവട്ടിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ശരീരം തുടയ്ക്കുന്ന പെങ്ങളെ, ഇതൊന്നുമൊന്നുമല്ല ഉമ്മ, ഇതൊന്നും ഒരു ചൂടല്ല ഉമ്മ. ചൂടൊക്കെ എവിടെയാണെന്നറിയോ? വിയർപ്പൊക്കെ എവിടെയാണെന്നറിയുമോ? ചൂടുള്ള നാളുണ്ട്, ഖിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പരിസരത്ത് കിടക്കുന്ന മഹാനായ തടവ് ഉസ്താദ് എഴുതി വെച്ചതാ, മോനെ കട്ടയുണ്ടാക്കുന്ന ചൂള കണ്ടിട്ടില്ലേ വാപ്പാ? ആ ചെളിമണ്ണിനകത്ത് നിന്നുണ്ടാക്കുന്ന കട്ട എങ്ങനാ ചുമന്നതായതെന്നറിയോ? ചൂളയുടെ അടുത്ത് പോയിട്ടുണ്ടോ? എന്തൊരു പ്രയാസമാ, എന്തൊരു ചൂടാ. ചെറുപ്പക്കാരാ, കാളവണ്ടി കണ്ടിട്ടുണ്ടോ മോനെ? ചുമട് കൊലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിൽ നിന്ന് പതയുന്നൊരയും ഇങ്ങനെ ഒഴുകുകയാ. ഇതുപോലെ പരലോകത്ത് വെച്ച് ഒഴുകുമടാ ചെറുപ്പക്കാരാ. മനുഷ്യന്മാരുടെ വായിലൂടെ പതയുന്നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. അതുമാത്രമല്ല പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുന്നവളല്ലേ, കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്ന കാണുമല്ലോ. നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് നാളെ തിളച്ചട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസമുണ്ട്. റബ്ബേ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് പേടിച്ച് വിറച്ചവരെ പോലെ ചെമ്പിന്റെ തറയില് ഒരു ചാണ് മുകളിൽ അല്ലാഹുവിന്റെ സൂര്യൻ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുന്ന രംഗമുണ്ട് സഹോദരാ. യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നമ്മൾ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. മക്കള് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനെ ഒന്നും മലത്തിക്കടത്തിത്താല്ല. 9.5 മാസക്കാലം ഗർഭജുമെന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പെറ്റുമ്മയെ കാണിച്ചിട്ട് മക്കള് പറയുകയാ, ഒന്ന് മലത്തിക്കടത്തി തരുമോ അല്ലാ? നെഞ്ചത്ത് കേറി നിൽക്കട്ടെ റബ്ബേ. കാല് പൊള്ളുന്നു പടച്ചവര്, കാല് പൊള്ളുന്നു പടച്ചവര് എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അതാ ജീവിതം കൊടുത്ത പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് വേണ്ടി ജീവിച്ച പിതാവിനെ കാണിച്ചിട്ട് മക്കള് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്കിതാ അല്ലാ. ഈ പരലോകത്ത് നിൽക്കുന്ന എല്ലാവരുടെയും നന്മയെടുത്ത് എനിക്കിതാ അല്ലാ. എന്റെ തിന്മകൾ മുഴുവനും ഇവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്ത് അല്ലാ എന്ന് കരയുന്ന ഒരു ദിവസം വരാനുണ്ടോ പെങ്ങളെ? യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പരലോകത്തെ കുറിച്ച് പ്രസംഗിക്കുകയാ. നബി തങ്ങള് പരലോകത്തെ കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നബി തങ്ങള് പറഞ്ഞു കൊടുത്തിട്ട് തന്റെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആയിഷാ ബീബി ബോധമില്ലാതെ കിടക്കുകയാ. ആയിഷാ ബീബി തളർന്നു കിടക്കുകയാ. നബി തങ്ങൾ ഓടിച്ചെന്നോ ആയിഷാനെ കിടത്ത് മടിയിൽ കിടത്തി. എന്നിട്ട് കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എന്തു പറ്റി ആയിഷ? കരയുന്നത് എന്തിനാ ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് മഹ്ശറയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പേടിച്ചു പോയി നബിയേ, പേടിച്ചു പോയി നബിയേ. കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ മുഖം തുടയ്ക്കുകയാ. അവിടത്തെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ. അവിടന്ന് സമാധാനിപ്പിക്കുമ്പോ മടിയിൽ കിടന്നുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ഇഷ്ടമാണോ നബിയേ? എന്നോട് സ്നേഹമുണ്ടോ നബിയേ? ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ. നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോ ആയിഷ ബീവി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഫഹൽ യദ്കുറൂന, നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നബിയേ? ഈ സ്നേഹം കാണുമോ നബിയേ? എന്നെ പരിഗണിക്കുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. നബി തങ്ങള് കരയുകയാ. യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ കരയുന്നത്? ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. സലാസത്തുന്, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലമുണ്ട് ആയിഷ. ഫലാ യദ്കുറു അഹദുൻ അഹദാ, കണ്ട പരിചയം പോലും ഇല്ലാത്ത 3 സ്ഥലം. പെങ്ങളെ, അല്ലാഹുവേ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് കോടാനി കോടാനി വരുന്ന ജനങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഉടുതുണിയില്ലാതെ പേടിച്ച് വിറച്ചവരെ പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും. ഇന്നൊരു പെണ്ണിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു കിടന്ന ഒളിഞ്ഞു നോക്കുന്ന ചെറുപ്പക്കാരാ, ഉടുതുണിയില്ലാതെ ഒരു 18കാരി നിന്റെ മുമ്പിൽ നിന്ന, സുബ്ഹാനല്ലാഹ്, തല ഉയർത്തിയിട്ട് നിനക്ക് നോക്കാ പേടിയാടാ. അത്രയും ഭയാനകമായ ദിവസം പെണ്ണുങ്ങളെ കുറിച്ച് നബി തങ്ങളെ പറഞ്ഞത് എന്തെന്നറിയോ? അന്നെങ്ങാനും ഒരു ഗർഭിണിയുണ്ടെങ്കിൽ ഇന്ന് നീ പറയുന്ന പ്രസവത്തിന് മരണവേദനയാണെന്ന്. പെങ്ങളെ, അറിയില്ല ഉമ്മ, പ്രസവിച്ചാൽ അറിയില്ല ഉമ്മ, അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണുമ്മ. അങ്ങനെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തടലേ ഉള്ളൂ. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്, ആ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെയാണ് അന്ന് തണലുള്ളത്, അന്ന് തണലുള്ളത്. ആ തണലുള്ള ദിവസം, ആ പരലോകത്ത് ദിവസമുണ്ടല്ലോ, അന്ന് അല്ലാഹു വിളിക്കുകയാണ് 7 വിഭാഗത്ത്, 7 വിഭാഗത്ത് അല്ലാഹു വിളിക്കുകയാ. എവിടെ വെച്ചാ വിളിക്കുന്നതെന്നറിയോ?
ഇന്ന് ഈ പ്രസംഗിക്കുന്ന മജ്‌ലിസില് ഈ സദസ്സിലിരിക്കുന്ന ഒരാളുടെ പേര് വിളിച്ചിട്ട് സ്റ്റേജിൽ വന്നിരിക്കാൻ പറഞ്ഞ നിനക്കെന്ത് സന്തോഷമാ സഹോദരാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അതാ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും സുലൈമാൻ നബിയും സക്കരിയാ നബിയും യഹ്യാ നബിയും അയ്യൂബ് നബിയും ദാവൂദ് നബിയും ഈസാ നബിയും ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി തങ്ങളുടെ ഭാര്യമാര്, നബി തങ്ങളുടെ മക്കള്, നബി തങ്ങളുടെ സ്വഹാബത്ത്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ നാട്ടുകാര്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി. 7 വിവിഐപികളെ വിളിക്കുകയാ, 7 വിവിഐപികളെ വിളിക്കുകയാ. ആ 7 വിവിഐപികളിൽ ഒരു മനുഷ്യനാരാ? ആ 7 വിവിഐപികളിൽ ഒരു മനുഷ്യനാരെന്നറിയോ? വറജുലൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത്ത് ഐനാ. ഈ മജ്‌ലിസിലിരുന്ന് കൈപൊക്കിയ നീയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ കോടാനി കോടാനി വരുന്ന ജനങ്ങളുടെ മുമ്പിൽ അല്ലാഹ് നിന്നെ വിളിക്കും. ഇങ്ങ് വാടാ സിറാജേ, ഇങ്ങ് വാടാ ഐസ, നീ വാ, ഇങ്ങ് വാ, നീ ഇന്ന് അവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ടവനല്ല, ഇവിടെ വന്ന് ഈ സിംഹാസനത്തിലിരിക്ക്, ഈ VVIP കസേരയിൽ വന്നിരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റിനെ വിളിക്കൂന്നല്ല പറഞ്ഞത്. ഈ കരയുമെന്ന് തീരുമാനമെടുത്ത നിന്നെ അല്ലാഹു വിളിച്ചിട്ട് ആ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയിന റസൂലുള്ളാഹി, നബിയിന റസൂലുള്ളാഹി. ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ആർക്ക് വേണമെങ്കിലും ആകാം, ഈ കസേര ആർക്ക് വേണമെങ്കിലും കിട്ടും, സ്റ്റേജിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം, ഈ കസേര ആർക്ക് വേണമെങ്കിലും കിട്ടും. പക്ഷെ അവിടെ ഒരു ഇരിപ്പിടം വേണമെങ്കിൽ നീ കരയുക തന്നെ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ പറഞ്ഞു, ഉസ്താദ് ഈ പ്രാവശ്യം ഇലക്ഷനൊക്കെ കഴിഞ്ഞു എന്ന്. ഇപ്പൊ ഇലക്ഷൻ ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അല്ലാഹു കാക്കുമാറാകട്ടെ. പറയടോ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ ചങ്ങാതി ഇലക്ഷനൊക്കെ? ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇലക്ഷനൊക്കെ? സുബ്ഹാനല്ലാഹ്. ഞാൻ വയത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു, 3 എണ്ണം, 32 സ്ഥാനാർത്ഥികൾ, ചിഹ്നം വരെയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, അള്ളാഹുവിൻ്റെ പള്ളിയുടെ തെരഞ്ഞെടുപ്പ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ ചിന്തിച്ചു, പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കാണേണ്ടത് ഇന്ന് പള്ളികൾ പോലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ന് പള്ളികളിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാലം. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ ചങ്ങാതി, ആർക്കാടാ പ്രസിഡന്റ് ആകേണ്ടത്? വന്നിരുന്നോ? ആർക്കാ സെക്രട്ടറി ആകേണ്ടത്? വന്നിരുന്നോ? പണ്ടങ്ങനെ, പണ്ട് പ്രായമുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് നാട്ടുകാർ പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, നിങ്ങൾ ആരെങ്കിലും ആയിക്കോ. ഇന്ന് അളിയ പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോ കൈവെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വോട്ട് തരണമെന്ന് പൈസ കൊടുക്കുന്ന കാലം. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞിട്ട്, അറിയില്ല, ചങ്ങാതിയാണ് പ്രസിഡന്റ് ഇവിടെ വന്നപ്പോഴറിഞ്ഞു. ഇനി ഉസ്താദ് ഇവിടെ വന്നിട്ട് പണിതാന്ന് പറയരുത്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതാ. എനിക്കിവരാരെയും പരിചയമില്ല. ഇവിടെ വന്നപ്പോൾ ഇവരാ പറഞ്ഞ, ഉസ്താദ് ഞങ്ങളെല്ലാരും കൂടെ. ചില കലങ്ങനെ എടോ, നമുക്ക് എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാ പഴയ ആൾക്കാർക്കൊക്കെ പേടിയാടോ സഹോദര. എടോ, പണ്ടത്തെ വാപ്പാമാര് നിസ്കരിക്കാൻ പള്ളി വരുമ്പോ ചെരുപ്പിടത്തില്ല. പണ്ടത്തെ ഉപ്പമാര് നിസ്കരിക്കാൻ പള്ളി വരുമ്പോ ചെരുപ്പിടുവോ? പേടിയാടോ, കൈ പിടിച്ചോണ്ട് വരും ചിലത്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗേറ്റിൽ ഇങ്ങനെ തട്ടും. എന്തിനാന്നറിയോ? ഈ പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പള്ളിയുടെ പറമ്പിൽ തന്നെ കിടക്കട്ടെ, വെളിയിൽ കൊണ്ടിട്ട് അള്ളാഹു എങ്ങാനും ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
ആമീൻ പറ. ഇന്ന് പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ബാത്റൂമിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ചെരുപ്പിന് മൂക്കുണ്ടോ? എന്തിനാപ്പ അത് വെട്ടുന്നത്? ആ ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിടുവിടോ. ചിലപ്പോ അതും അടിച്ചോണ്ട് പോയാലോ. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഉസ്താദ് ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലത്തെ കുറിച്ചാ പറയുന്ന. ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തെരയ, എന്റെ അല്ലാ, എന്റെ ചെരുപ്പ് കാണുന്നില്ലല്ലോ അല്ലാ, അത് പോകേണ്ടിടം പോയി കഴിഞ്ഞു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അല്ലാഹു ഇവിടുത്തെ ഖാദിമീങ്ങൾ, ഇവിടുത്തെ കമ്മിറ്റിക്കാർ മനസ്സിലാക്കേണ്ടത്, പള്ളി പരിപാലനം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. തീക്കട്ടയുടെ മുകളിലായിരിക്കുന്നേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഒരാൾ ഉമർ തങ്ങളെ കാണാൻ വന്നു. ഇത് കമ്മിറ്റിക്കാർക്കുള്ളതാട്ടാ. ഇത് നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നെയാ, ഇനിയിപ്പോ പറഞ്ഞില്ല എന്ന് പറയരുത്. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ ഉമർ തങ്ങളെ കാണാൻ ഒരു ചങ്ങാതി വന്നു. ഒരു ചങ്ങാതി ഉമർ തങ്ങളെ കാണാൻ വന്നു. കമ്മിറ്റി ഓഫീസിൽ കയറിയിരുന്നു. ഇറങ്ങി പോകണില്ല ചങ്ങാതി. ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ സമയമായിട്ടും ഇദ്ദേഹം ഇറങ്ങിപ്പോകാതെ വന്നപ്പോൾ ആ റൂമിനകത്ത് കത്തിച്ചു വരിച്ചിരുന്ന വിളക്ക് ഉമർ തങ്ങൾ അണച്ചു കളഞ്ഞു. ഇയാൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്താ എന്നെ കളിയാക്കുന്നോ? കുടുംബക്കാരനല്ലേ? നീ എന്താ എന്നെ പരിഹസിക്കുന്നോ? ബഹളം വെക്കണ്ടെന്നീ. ഇങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങിയപ്പോ ഉമർ തങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞ, അടങ്ങ്, ഞാൻ വിളക്കണച്ച എന്തിനാന്നറിയാവോ? ഈ വിളക്കിനകത്ത് ഒഴിച്ചിരിക്കുന്ന എണ്ണ ഉമറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇത് ബൈത്തുൽ മാലിലെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. എടാ, നീ കുടുംബകാര്യം പറയുന്ന സമയത്ത് ഞാനിത് കത്തിച്ച് വെച്ച അള്ളാടത്ത് ഞാൻ കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട് അണച്ചതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ പള്ളിയിലെ സെക്രട്ടറിയോ പ്രസിഡന്റോ കമ്മിറ്റി ഓഫീസിൽ പള്ളിയുടെ കണക്കോ കാര്യമോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുടുംബക്കാരൻ കല്യാണം വിളിക്കാൻ വന്നു. ചങ്ങാതി കയറി ഇരുന്നിട്ടോ പോകുന്നുണ്ടോ? ആരാ ചോറ് വെക്കുന്നത്? എവിടെന്നാ തുണിയെടുക്കുന്നത്? ക്യാമറ ഏതാ? ഇരുന്നിരുന്ന് വാചമടിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഈ ചങ്ങാതി ഇറങ്ങി പോകാതെ അവിടെ ഇരുന്നു കൊണ്ട് നാട്ടുവർത്തമാനം, കുടുംബ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ ഓഫാക്കണത്? ആരാ ഓഫാക്കുന്നത്? ജമാഅത്തിന്റെ പ്രസിഡന്റ് കണക്കെഴുതി സെക്രട്ടറി കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ മകനോ മകളോ ഓടി വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഈ ചെക്കിലൊന്ന് ഒപ്പിട്ടതാ വാപ്പാ. ഓടി വരുന്ന പൈസയുടെ അത്യാവശ്യം. ഓടി വന്നിട്ട് പറയണ, എനിക്കൊന്ന് ഒപ്പിട്ടതാ. പള്ളിയുടെ കണക്കെഴുതിക്കൊണ്ടിരിക്കുന്ന പള്ളിയുടെ പേന കൊണ്ട് ഒരു ഒപ്പിട്ട് കൊടുത്താ പടച്ചോനെ എനിക്ക് വരാൻ സമ്മതമാണെന്നാ എഴുതി കൊടുക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതാ പള്ളി, ഇതാണ് പള്ളി. അതുകൊണ്ട് ആ പണ്ടുള്ളവർ ഈ പണിക്ക് വിളിക്കുമ്പോ പേടിച്ചിട്ട് വരാത്തത്. ഇത്രയും ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി മുൻ കമ്മിറ്റിയും ഞാൻ കണ്ടു, ഇപ്പത്തെ കമ്മിറ്റിയും കണ്ടു. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അടുത്ത വർഷം മുതൽ ആരാണോ പരിപാലിക്കേണ്ടത് ആരും ലിസ്റ്റ് കൊടുക്കരുത്, പേര് കൊടുക്കരുത്. വേണ്ടവർ പരിപാലിച്ചു കൊള്ളണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, ചിലർക്കൊക്കെ തോന്നും ആ കസേരയിലൊന്നിരിക്കാൻ. എൻ്റെ വാപ്പ, ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം നിനക്കറിയുമായിരുന്നെങ്കിൽ നീ പിന്നെ ഒരിക്കലും മത്സരിക്കാൻ തയ്യാറാകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്തിന്റെ അർത്ഥം അറിയുമായിരുന്നെങ്കിൽ പിന്നെ ഒരാളും മത്സരിക്കാനോ ഇലക്ഷനോ നിൽക്കത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആയത്ത് ഏതാണെന്ന് ഞാൻ പറയണില്ല, അത് ഖത്തീബ് ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയണോ? ആയത്ത് പറയണോ? എന്തായാലും ഇത്രയും പറഞ്ഞില്ല, ആയത്തൂടെ പറഞ്ഞേക്കാം. ഇത് നിങ്ങൾക്കല്ല, ചിലർക്കൊരാഗ്രഹമുണ്ട് ഒന്ന് കാലി വാരിയിട്ട് കയറി ഇരുന്നാക്കാം. ആഗ്രഹം താത്തമാരെ നിങ്ങൾക്ക് കേട്ടട്ടാ. ഇവിടെ എന്താ ഭർത്താവിനെ വിളിക്കുക? ഇക്കാന്നോ മച്ചാന്നോ? ഇക്ക. അള്ളാഹു പടച്ചോനെ, ഞാനൊരു വീട്ടിൽ പോയി. ഒരു വീട്ടിൽ പോയപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്കുക, എടാ അതിങ്ങ് എടുക്കടാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് എടാന്നാ. ഇപ്പൊ അതാ ട്രെൻഡ്. ഇപ്പൊ ഉമ്മാനെ മക്കള് വിളിക്കുന്നത് വേറെയാ, ഒന്നും പറയാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാന്നാ വിളിക്കുന്നത് ഭർത്താവ് ഭാര്യയെ. ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് എടാ വാടാ പോടാ ബന്ധമായി പോയിന്ന്. ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കൂ, ഉസ്താദേ ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ പേരല്ലേ വിളിച്ച്? പേര് വിളിക്കണില്ലേ ഭർത്താവിന്റെ? ഭർത്താവിന്റെ പേര് വിളിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹു നമുക്ക് നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ.
കാരണം നാട്ടുകാരുടെ മുമ്പിൽ നീ വലിയ കൊലകൊമ്പനും കാറും വീടും പണമൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്റെ അവസ്ഥ എന്താന്ന് നിനക്കല്ലേ അറിയൂ. നാട്ടുകാരുടെ മുമ്പിൽ നീ വലിയ ആളാ, പക്ഷെ നിന്റെ ആമിനയുടെ മുമ്പിൽ അള്ളാഹു നമ്മുടെ ആമിനമാരെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നിങ്ങൾ പൊക്കണില്ലേ? വീട്ടിൽ പോകുമ്പോ അക്ക ചോദിക്കും എന്താ പൊക്കാനാണ്. കാഞ്ഞിപ്പുഴയുടെ പ്രസിഡന്റൊക്കെ വന്നല്ലോ, സിയാദക്ക. എന്റെ പ്രിയപ്പെട്ട പലരും കൈ പൊക്കിയില്ല. ഉസ്താദെ സ്വർഗത്തിലും ഉണ്ടോ എന്നാ ചോദ്യം. ഉസ്താദ് എന്റെ ആമിന സ്വർഗത്തിലും ഉണ്ടോ ഉസ്താദെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, പോട്ടെ അവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഞാൻ 8 കൊല്ലം മുമ്പ് ഒരു വയല് പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരം ഉണ്ടെന്ന്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് 8 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ചു. ഇപ്പൊ 29 കേസുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര കേസുണ്ട്? ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകം എന്താന്ന് പോലും കാണാത്ത ഞാനിപ്പോൾ 29 കേസിലെ പ്രതിയാ. കാരണം എന്ത്? പെണ്ണുങ്ങളെ തല്ലാനുള്ള അവസരം പറഞ്ഞതിൻ്റെ പേരിൽ. ഇതാ പ്രസംഗം. അതീ ഉസ്താദൊക്കെ കേൾക്കണം കേട്ടോ. അള്ളാഹു ഒന്നും പറഞ്ഞേക്കരുത്. ഈ ലൈവ് കൊണ്ടുള്ള പ്രയോജനം അതാ. ലൈവ് എന്ന് കേൾക്കുമ്പോഴേ എനിക്കിപ്പോൾ പേടിയാ. ലൈവ് എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. കാരണം ഇവന്മാർക്ക് എവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ അവർ കട്ട് ചെയ്തിട്ട് യൂട്യൂബ് വളർത്തും. നമ്മൾ അകത്തും കിടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നബിതങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, കരഞ്ഞ് കിട്ടുന്ന പ്രതിഫലം എന്താ? അപ്പൊ ഖുർആന്റെ ആയത്ത് പറയാന്നല്ലേ പറഞ്ഞ്. അള്ളാഹു മറവിയൊക്കെ മാറ്റി തരുമാറാകട്ടെ. സ്വന്തം പെണ്ണുമ്പിള്ളയുടെ ഫോൺ നമ്പർ അറിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. ഭാര്യയുടെ ഫോൺ നമ്പർ കാണാൻ പെണ്ണുങ്ങൾ ക്യാമറ ഒന്നും തിരിച്ചേക്കല്ലേടാ അനിയ, അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുക, ഇക്ക പൊക്കണുണ്ടോ എന്ന് വീട്ടിൽ പോകും. ഇത് നമ്മുടെ അവസ്ഥ. മറവിയാ നമുക്കൊക്കെ. അള്ളാഹു മറവി മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു മറവി മാറ്റി തരുമാറാകട്ടെ. കാലി കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കിക്കേ എല്ലാരും. നിങ്ങളുടെ ചെരുപ്പിൽ നോക്കുവാപ്പ. നോക്കിയോ? നോക്കിയോ? നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാനസിയാൻ വന്നിടും കളിയല്ലേ. ഏത് ചെരുപ്പ്? ഏത് ചെരുപ്പ്? ഏത് ചെരുപ്പ്? നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ. ചെരുപ്പ് കടക്കാരന്റെ കഞ്ഞിയിൽ മണ്ണുവാരി ഇട്ടതല്ല കേട്ടോ. അള്ളാഹു വർക്കത്തിയുമാറാകട്ടെ. നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ. കറുത്ത ചെരുപ്പും പേടിച്ചു കൊടുക്കും. എന്നിട്ട് മക്കൾ പഠിക്കണില്ല എന്ന് പറഞ്ഞ് ഉമ്മ തല്ലുകയും ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു, ഓർമ്മയോടുകൂടി പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതാ ആയത്തേതാ? ഏതാണ് ആയത്തേതാ? ഇന്നമാ യുഅ്മുറു മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടതാരാ? അള്ളാഹു പറയുകയാ, എന്റെ വീട് പരിപാലിക്കേണ്ടവൻ ആരെന്നറിയുമോ? മൻ ആമന ബില്ലാ. അവൻ എന്നെ കൊണ്ട് വിശ്വസിച്ചവനാകണം. അവൻ എന്നെ കൊണ്ട് വിശ്വസിച്ചവൻ വേണം. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവൻ വേണം പള്ളി പരിപാലിക്കാൻ. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. 5 നേരം നിസ്കരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് അള്ളാഹ്. 5 നേരം നിസ്കരിക്കുന്നവനല്ല. രണ്ടാമത്തെ വാക്കൊരു ഭീഷണിയാ. മൻ ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ. സിറാജേ, എന്റെ വീടാടാ നീ പരിപാലിക്കാൻ കയറിയിരിക്കുന്നത്. ഓർത്തു വെച്ചോ, എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്നും നീ വിശ്വസിക്കണം. മൻ ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ. അന്ത്യദിനമുണ്ടെന്ന് നീ വിശ്വസിച്ചോ. എന്റെ മുമ്പിൽ നീ വന്ന് നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് കൂടെ നീ ഓർത്തു വെക്കണം. എന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതൊരു ഭീഷണിയാടോ. അള്ളാഹുവിന്റെ പള്ളി നല്ല രീതിയിൽ പരിപാലിച്ചാൽ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാം. ഇല്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു ഇവർക്കൊക്കെ അതിനകത്തിരുന്ന് പോകാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ?
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന്റെ മഹത്വമാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രതിഫലം എന്താ? ഖതുറതാനി അഹബ്ബു ഇലല്ലാഹ് ഖത്റത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ടോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ടോ? ആ രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുവോ? അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാക്കൾ ഉണ്ടല്ലോ, ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളി ഉണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തമൂക്കിലും യർമൂക്കിലുമെല്ലാം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമിത്യം ഭരിച്ച ശുഹദാക്കൾ സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹു, മുസ്അബ് റളിയല്ലാഹു തആല അൻഹു, ഉമയ്യ റളിയല്ലാഹു തആല അൻഹു, ഉബൈബ റളിയല്ലാഹു തആല അൻഹു, സൗഫ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബാക്കൾ ശുഹദാക്കൾ ഉണ്ടല്ലോ, ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഇനി രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയോ? ഇനി രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയോ? സീരിയൽ കണ്ട് കരയുന്ന കണ്ണുനീരല്ല, രോഗം പിടിച്ച് കിടക്കുമ്പോ കരയുന്ന കണ്ണുനീരല്ല, മരണം വരുമ്പോൾ കരയുന്ന കണ്ണുനീരല്ല, ജീവിതത്തിൽ സങ്കടം വരുമ്പോ കരയുന്ന കണ്ണുനീരല്ല, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. നിന്റെ വീടിന്റെ റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് പാതിരാത്രി കരയുന്ന കണ്ണുനീർ. പാപം ചെയ്തു പോയല്ല തമ്പുരാനെ, തെറ്റ് ചെയ്തു പോയല്ല തമ്പുരാന് എന്ന് ഓർത്തുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ പെങ്ങള്, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ ചെറുപ്പക്കാരാ. അല്ലാഹു ഉപമിച്ചത് എവിടെയാണെന്നറിയോ? ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന്റെ മഹത്വം അറിയുമോ ഉമ്മാ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ മക്കത്ത് ഖുറൈശികൾ പടച്ചവരെ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും തന്റെ പൊന്നുമോനെയും പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കുകയാ. പടച്ചവനെ മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ മരുഭൂമിയിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. പടച്ചവരെ സുമയ്യ ബീബിയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് അതാ കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാ. ശരീരത്തിലൂടെ തീയപടന്ന് പടർന്നു കയറിയിട്ട് തന്റെ പച്ചയിറച്ചി മുഴുവനും കത്തുകയാണ്. പടച്ചവനെ മുഖത്തുകൂടെ തലമുടിയിലൂടെ തീയങ്ങ് പടർന്നു കയറുമ്പോ സുമയ്യ ബീബി ഓടി വന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ താഴേക്ക് തെള്ളിയിട്ട് മണല് വാരിയിട്ട് തന്റെ ഭർത്താവിന്റെ ശരീരത്തിട്ട് തീയണക്കുകയാണ്. പടച്ചവരെ തന്റെ ഭർത്താവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറയുകയാ, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, ഇവന്മാര് കൊന്നാലും അല്ലാഹുവിനെ കൈവിടല്ലേ. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് സുമയ്യ വിളിച്ചു പറയുമ്പോ പടച്ചവനെ അവിടുന്ന് ചവിട്ടി താഴെയിടുകയാ. സുമയ്യ ബീവിയെ ചവിട്ടി താഴെയിടുകയാ. താഴെ കിടക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറയുകയാ, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. പടച്ചവനെ കാലെടുത്ത് സുമയ്യ ബീവിയുടെ കഴുത്തില് ചവിട്ടിയിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോ സുമയ്യ വിളിച്ചു പറയുന്നു, അല്ലാഹു വഹദ്. പഴുത്ത് കിടക്കുന്ന മണ്ണിലേക്ക് മലർത്തിക്കിടത്തിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കുന്തം അവിടുന്ന് ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കുമ്പോ ആ ശരീരത്ത് നിന്ന് ഒഴുകിയ രക്തമുണ്ടല്ലോ, ആ രക്തത്തോളം പുണ്യമുണ്ടുമ്മ.
സുമയ്യ ബീവിയുടെ ശരീരത്ത് നിന്ന് ഒഴുകിയ രക്തത്തോളം പുണ്യമാ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന്, നീ ദുആ ചെയ്യുന്ന സമയത്ത് കരയുന്ന കണ്ണുനീരിന്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദീനത്ത് ചെല്ലുമ്പോ ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുമല്ലോ സയ്യിദ് ശുഹദാഇ ഹംസ, തന്റെ കയ്യും കാലും കരളും വരെ കൊടുത്ത ഹംസതങ്ങള്, മിസ്അബതങ്ങള്, ഉമൈറതങ്ങള്, പടച്ചവരെ ഒരുപാട് ശുഹദാക്കളെ കാണാമല്ലോ. ആ ശുഹദാക്കളുടെ ശരീരത്ത് നിന്ന് വിട്ടുകൊണ്ടിട്ട് ഒഴുകിയ രക്തമുണ്ടല്ലോ, ആ രക്തത്തോളം പുണ്യമുണ്ട് വാപ്പാ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന്. അത്രയും മഹത്തമാ അല്ല കൽപ്പിക്കുന്നത്. നബിതങ്ങൾ പറയുകയാ, ഖത്റതാനി അഹബ്ബു ഇലല്ലാഹ് ഖത്റതു ദുമൂഇ മിൻ ഖസിയത്തില്ലാഹ്. അത്രയും പുണ്യമാണ് നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന്.